വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ ഒരു കുട്ടി ഷോപ്പിംഗ്. രാഹു രാഹു തിളങ്ങുന്നാടേ. അപ്പോൾ അതേ നമ്മൾ മന്ത്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു ദിവസമല്ല, നമ്മളൊരു 7-7:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. നമ്മൾ അന്ന് തന്നെ മറ്റേ പച്ചക്കറി മേടിക്കും, ഗ്രോസറീസൊക്കെ മേടിക്കും. ഒരു ദിവസം തന്നെ ഇറങ്ങിയാണ്ടോ മേടിക്കാറ്. അങ്ങനെ അവന് ടൈമില്ലാത്ത ഡേയ്സ് ആണെങ്കിൽ മാത്രമേ 2 ദിവസമൊക്കെ ആയിട്ട് സാധനം മേടിക്കാൻ പോകൂ. ഈ സാധനം മേടിക്കാൻ പോകുന്നത് തന്നെ ഒരു ചടങ്ങാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് പിന്നെ വന്നതിന് ശേഷം ഭയങ്കര തലവേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ്, പക്ഷേ പോയി സാധനമൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യം നമ്മൾ ഇറങ്ങി നേരെ പോയത് രാമചന്ദ്രനിലാട്ടോ. എവിടെയായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. രാമചന്ദ്രനിൽ പോയി നമ്മൾ പച്ചക്കറി രാമചന്ദ്രനിൽ നിന്ന് നാക്കുളുക്കുന്നല്ലോ രാമചന്ദ്രനിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേടിച്ച ഒരു ചോക്ലേറ്റ് ലാവ കേക്കാണ് കേട്ടോ. റോളാണ്, ലാവ കേക്കല്ല, ചോക്ലേറ്റ് റോളാണ്, സ്വിസ് റോളാണ്. അടിപൊളിയായിരുന്നു വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് സംബന്ധിച്ച് 10 രൂപയുള്ളൂ സാധനം. അത് തന്നെ ഫുള്ളി ചോക്ലേറ്റ് ഫിൽഡാണ്, ക്രീമി ആയിട്ടൊരു ചോക്ലേറ്റ് ഫില്ലിങ്ങാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെച്ചാൽ ഞാൻ ജസ്റ്റ് അതവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നമുക്കിങ്ങനെ ഇഷ്ടം ചില സാധനങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്യാൻ വേണ്ടി വെറുതെ മേടിച്ചതാണ്. 2 എണ്ണം മേടിച്ചു. കാണുമ്പോഴത്തേക്ക് ഒരെണ്ണം നിങ്ങൾ കാണുന്നുള്ളൂ, എങ്കിലും 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിൽ കയറിയ ഉടനെ കവർ പൊട്ടിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. അവൻ ഫുള്ളി വായിക്കാത്തിട്ടങ്ങ് വിഴുങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുത്തതാട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടേസ്റ്റും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ചോക്ലേറ്റിൻ്റെ കയ്പ്പ് എനിക്ക് ഇഷ്ടമാണ്. ഒരു ചെറിയൊരു കയ്പ്പില്ലേ ചോക്ലേറ്റിൻ്റെ, അതെനിക്കിഷ്ടമാണ്. പ്യുവർ മധുരത്തിനേക്കാൾ ഒരു ചെറിയ കയ്പ്പ് വരുന്ന മധുരമാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു പീസ് അവന് ഒടിച്ചു കൊടുത്തു. വേറെ ഒന്നും കൊണ്ടല്ല, വായിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അവൻ്റെ വായ്ക്കകത്ത് പോവും. അങ്ങനെ ഒരു കഴിവുണ്ട് അവന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഫുള്ള് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ ലുലുവിലെത്തിയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് അവൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ട് കാറിരുന്ന് വിളിച്ചു പോകുന്നതൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മറ്റേ പ്ലാസ്റ്റിക് റോഡിൽ കളഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപ പിഴയാണ്, അങ്ങനെ എന്ത് സംഭവമൊക്കെയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കുലങ്കുക്ഷമായിട്ട് അല്ലേ, അങ്ങനെയല്ലേ വാക്ക്, അതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പാർക്കിംഗ്. നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എന്നാൽ ഒരു വർക്കിംഗ് ഡേയും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കൊക്കെ ചെയ്ത് നമ്മളകത്തോട്ട് കയറി. അപ്പോഴത്തേക്കും നമ്മളെ സ്വന്തം ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. സ്വന്തം ഭംഗി ആസ്വദിച്ച് പോകുവാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ലുലുവിൽ പോയി കഴിഞ്ഞാൽ ആ ഫുൾ ലൈറ്റിൽ, നല്ല ബ്രൈറ്റ് ലൈറ്റ് അല്ലേ അവിടെ, ആ ലൈറ്റിൽ വീഡിയോ എടുക്കാൻ. കാരണം വേറൊരു ഭംഗിയാണ് നമ്മളെ കാണാൻ ആ ലൈറ്റ് വരുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാസ്ത മേടിക്കാൻ ചെന്നിട്ട് മേടിക്കണോ മേടിക്കണ്ടേ എന്ന് പറഞ്ഞ് 2 മൈൻഡിൽ നിൽക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പാസ്ത കഴിക്കത്തില്ല, എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു സാധനമാണ് പാസ്ത. എനിക്ക് ഭയങ്കര ഓവർ ഹൈപ്പിഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവനിഷ്ടമായതുകൊണ്ട് മേടിക്കാം എന്ന് വിചാരിച്ചു. അവന് ക്രീമി പാസ്ത ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം ലിസ്റ്റ് എഴുതാതെയാണ് സാധനം മേടിക്കാൻ ഇറങ്ങിയത്. മടി എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ലിസ്റ്റ് എഴുതാതെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അവിടെ പോയിരുന്ന് ആലോചിക്കുക ഇനി എന്ത് മേടിക്കണമെന്ന്. പിന്നെ എനിക്ക് സാമ്പാർ പൊടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് സാമ്പാർ പൊടി എവിടെ ഇരിക്കുന്നെന്ന്. അതൊക്കെ എല്ലാം മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബില്ല് ചെയ്യാൻ വന്നു. നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ കാറെടുക്കാൻ പോയി. ഞാൻ താഴെ വെയിറ്റിംഗ് ഏരിയയിൽ വന്നു, വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ കുർക്കുറെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ബീഫ്
റോസ്റ്റ് ഉണ്ടാക്കി, ബീഫ് റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബീഫ് ഫ്രൈ ഉണ്ടാക്കി. ബീഫ് ഫ്രൈ നമ്മൾ ലുലുവിൽ നിന്ന് കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുബൂസും കൂടി തട്ടി. ആ തട്ടുന്ന സമയത്താണ് ഒരുത്തൻ ഒരു പ്ലേറ്റ് തട്ടിയിട്ട് പൊട്ടിച്ചത്. പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ ബൈ.